പ്രിയക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ സഭയുടെ കീഴിലുള്ള സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലയളവിൽ ദൃശ്യമാധ്യമത്തിലൂടെ എല്ലാ മക്കൾക്കും ആത്മാവിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ, ജീവിത വിശുദ്ധീകരണത്തിൽ നിലനിൽപ്പാൻ വേണ്ടിയിട്ട് അവരെ തൊട്ടുണർത്തുന്ന അനുഗ്രഹീതമായ പ്രബോധനങ്ങൾ, വചനങ്ങൾ തന്നുകൊണ്ടിരുന്നു. ഓഫ്ലൈനായി നടത്താവുന്ന കാലയളവ് ദൈവം നമുക്ക് തന്നെങ്കിലും ഒത്തിരി പേരും അതിലത്യധികം സന്തോഷത്തോടെ അത് കേട്ട് ഇരുന്ന് ധ്യാനിക്കുന്നതിനാൽ തിരുവചനാഗ്നി എന്ന പേരിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചു വന്ന ആ വചനധ്യാനം ഇപ്പോഴും തുടരുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിനാൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട റെജി കോലഞ്ചേരി അച്ഛനാണ് ഈ പ്രാവശ്യത്തെ തിരുവചനാഗ്നിയിൽ നമുക്ക് ദൂത് തരാനായിട്ട് ദൈവനിയോഗപ്രകാരം ലഭിച്ചിരിക്കുന്നത്. റെജി അച്ഛനെ നമുക്ക് സുപരിചിതനാണ്. നമ്മൾ ധ്യാനകേന്ദ്രത്തിൻ്റെ സഹയാത്രികനാണ്. യുവ വൈദികരുടെ ഇടയിൽ ക്രിസ്തു ദർശനത്തിൽ, ആത്മീയ ദർശനത്തോടെ, കാഴ്ചപ്പാടോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടെ വചനശുശ്രൂഷ നടത്തി സഭയെ ധന്യമാക്കുന്ന എത്രയും ബഹുമാനമുള്ള റെജി അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ പ്രാർത്ഥനയിലും ഇതിൻ്റെ ശുശ്രൂഷകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹായിക്കുന്നതിൽ നന്ദിയും സന്തോഷവുമുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് അച്ഛനെ പ്രത്യേകമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യും. എൻ്റെ ശ്രോതാക്കളായി ഓരോ സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവർ പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ പദ്ധതിയെ, ഈ വചനധ്യാനത്തെ അനുഗ്രഹീതമാക്കി തീർക്കുക. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക എന്നുള്ള വചനം നാൾതോറും എല്ലായ്പ്പോഴും നമ്മൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെയും. അനേകം ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടാൻ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകാൻ ഒരു വഴിയേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ വഴിയാണ്, യേശുക്രിസ്തുവിൻ്റെ വഴിയാണ്. ക്രിസ്തുവിനെ കർത്താവും ദൈവമായി സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ദൈവികാനുഭവമാണ്. അതിനെ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമേ, നിൻ്റെ വേദപ്രമാണത്തിന് അത്ഭുതമേറിയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. സങ്കീർത്തനം 23-ാം അധ്യായം. ബാരഖമോർ. യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എൻ്റെ നീതിപാതകൾ നടത്തുന്നു. കൂരിരുൾ താഴ്വ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരഖമോ. കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വന വചനമേ നൽസഹിയായി ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. കൂരിരുൾ താഴ്വരയിലേകനായാലും കാട്ടുചെന്ന കൂട്ടം എന്നെ എതിർത്താലും എന്നെ കരുതുന്ന എൻ്റെ കർത്താവ് അവൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കണം? ഹല്ലേലൂയ. അവനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കൂരിരുളിൻ താഴ്വരയിലേകനായാലും കാട്ടുചെന്നായി കൂട്ടമെന്നെ എതിർത്തെന്നാലും കൂരിരുളിൻ താഴ്വരയിലേകനായാലും
കാട്ടുചെന്നായി കൂട്ടമെന്നെ എതിർത്തെന്നാലും ദാനിയേലിൻ ദൈവമെന്നും ജീവിക്കുന്ന എൻ്റെ ദൈവം ആകയാൽ ഞാൻ ഭയപ്പെടില്ല. ദാനിയേലിൻ ദൈവമെന്നും ജീവിക്കുന്ന എൻ്റെ ദൈവം ആകയാൽ ഞാൻ ഭയപ്പെടില്ല. എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വന വചനമേകി നൽസഹിയായി ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. അവൻ നമ്മെ ഒരു നാളും കൈവിടുന്നവനല്ല. അവൻ നമ്മെ കൂടെ നടന്ന് വഴി നടത്തുന്നവനാണ്. കഷ്ടനഷ്ട ശോധനയിൽ അവൻ രോഗദുഃഖ വേളകളിലും പുതുബലം പകരുന്ന കർത്താവ്. അവനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുന്ന ഹല്ലേലൂയ. ഒരിക്കലും കൈവിടില്ലെന്നരുളിയവൻ, ഓരോ നാളും കൂടെയുണ്ടെന്നോദിയവൻ. ഒരിക്കലും കൈവിടില്ലെന്നരുളിയവൻ, ഓരോ നാളും കൂടെയുണ്ടെന്നോദിയവൻ. കഷ്ടനഷ്ട ശോധനയിൽ രോഗദുഃഖ വേളകൾ പുതുബലം പകരുന്നവൻ. കഷ്ടനഷ്ട ശോധനയിൽ രോഗദുഃഖ വേളകളിൽ പുതുബലം പകരുന്നവൻ. എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വന വചനമേകി നൽസഹിയായി ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ബാറഖ്മോർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈ പ്രതിസന്ധികളുടെ നാളുകളിലും നമ്മെ നടത്തുന്ന ആ സ്വർഗത്തിലെ ദൈവം നമ്മുടെ വലങ്കരം പിടിച്ച് ഇന്നയോളം നടത്താമെന്ന് വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, നടത്തിയ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സർവബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ നിലവുകളെ ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ക്രിസ്തുയേശുവിങ്കൽ കാക്കുന്ന സ്വർഗത്തിലെ ദൈവം, അപ്പനായി വെളിപ്പെട്ട് കിട്ടിയ ദൈവമക്കൾ ഈ പകൽക്കാലം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബലപ്പെടുക. ദൈവം നമ്മെ നടത്തും. നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാകട്ടെ അത് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക എത്ര വേണ്ടത്. നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തകർന്നു പോകാതെ സമർപ്പിക്കുന്ന ദൈവപൈതലിനെ വലങ്കരം പിടിച്ച് നടത്തുന്ന സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കഴിഞ്ഞ കോവിഡിൻ്റെ പ്രതിസന്ധിയുടെ ചില നാളുകൾ നമ്മെ വിട്ട് കടന്നുപോയി. ഇപ്പോഴും അതിൻ്റെ ചില പരിണത ഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മധ്യേ നമ്മെ നടത്തുന്ന സ്വർഗത്തിലെ ദൈവം, പരിപാലിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അനുഭവിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ ഖേബാർ നദീതീരത്തിരിക്കുമ്പോൾ പ്രവാസത്തിൻ്റെ കാലഘട്ടമാണ്. സന്തോഷത്തിൻ്റെ കാലഘട്ടമല്ല, ആനന്ദത്തിൻ്റെ കാലഘട്ടമല്ല, ദുഃഖത്തിൻ്റെയും വേദനയുടെയും വേർപാടിൻ്റെയും ഒരു കാലഘട്ടം, പ്രവാസ കാലഘട്ടമാണ്. യെഹെസ്കേൽ പ്രവാചകൻ 1-ാം അധ്യായം. പ്രിയ ദൈവജനമേ, നമ്മളും ഈ പകൽക്കാലം ഒരു പ്രവാസ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. കാരണം നമ്മുടെ ഭവനം ഈ ഭൂമിയുടെ ഭാഗമല്ലെന്ന് വെളിച്ചം കിട്ടിയ ദൈവമക്കളാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ഭവനം മറ്റ് ഒരു ലോകത്തിൻ്റെ ഭാഗമാണ്, അത് നിത്യതയാണ്. സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയുടെ ഭാഗമല്ലാത്ത ദൈവമക്കൾ, മറ്റ് ഒരു ഭൂമിയുടെ ഭാഗമായ ദൈവമക്കൾ ഇവിടെ ആയിരിക്കുമ്പോൾ പ്രവാസ കാലഘട്ടത്തിലാണ്. യെഹെസ്കേൽ പ്രവാചകനും പ്രവാസ കാലഘട്ടത്തിലാണ്. സ്തോത്രം. എന്നാൽ ഈ പ്രവാസ കാലഘട്ടത്തിൽ പരിപാലിക്കുന്ന ദൈവകൃപ, ഈ പ്രവാസ കാലഘട്ടത്തിൽ ചുറ്റി ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപ, ആ കൃപയിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഖേബാർ നദീതീരത്ത്
പ്രവാസ കാലഘട്ടത്തിൽ യഗസ്കേൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ വചനം പറയുന്നു, സ്വർഗം തുറക്കപ്പെട്ടു. പ്രവാസത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത്, കേബാർ നദിയുടെ തീരത്ത്, വേദനയുടെ നടുവിൽ അവൻ എവിടെയായിരിക്കുന്നു അവിടെ സ്വർഗം തുറക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എവിടെയിരിക്കുന്നോ അവിടെ നിന്റെ മധ്യ സ്വർഗം തുറക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. കടഭാരത്തിൻ്റെ നടുവിലാണോ ഇപ്പോൾ ദൈവമക്കൾ ആയിരിക്കുന്നത്, ആ കടഭാരത്തിൽ തന്നെ സ്വർഗം തുറക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഭാരപ്പെട്ട് രോഗക്കിടക്കയിലാണോ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരിക്കുന്ന രോഗക്കിടക്കയുടെ മുകളിൽ സ്വർഗം തുറക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ദൂരദേശത്ത് പഠിക്കുകയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എവിടെ പഠിക്കട്ടെ, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ സ്വർഗം തുറന്ന് അവരെ പരിപാലിക്കാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രവാസ കാലഘട്ടത്തിലിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഇന്നും ഈ പ്രവാസ കാലഘട്ടത്തിലായിരിക്കുന്ന നമ്മുടെ മുകളിൽ തുറന്നിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്, പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കാം. സ്വർഗം തുറന്നു. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം വിദേശത്ത് ഒരുപാട് ഭാരപ്പെടുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും അവരവരുടേതായിരിക്കുന്ന വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അവരവരുടെ ഉപജീവന മാർഗങ്ങൾ തുറക്കപ്പെടുമ്പോൾ അതിൽ ഏകമകൾ ഒരു കുട്ടി ഉപജീവന മാർഗം തുറക്കപ്പെട്ടിട്ടില്ലെന്ന് വിലപിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടി പോലും ഒരുങ്ങുമ്പോൾ അവസാന നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ആ വിദേശ മണ്ണിൽ സ്വർഗം അവൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു, തുറക്കപ്പെട്ടു. അനേകരുടെ പ്രാർത്ഥനയാകുന്ന കണ്ണുനീരിൻ്റെ മുമ്പിൽ സ്വർഗം അവിടെ തുറക്കപ്പെട്ടു. ആ വിദേശ മണ്ണിൽ സ്വർഗം തുറക്കപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെട്ട കരം അധികാരികളുടെ ഉള്ളത്തോട് ഇടപെട്ടപ്പോൾ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടിയായി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു, ഉപജീവന മാർഗമായിരിക്കുന്നു. ഏത് പ്രതിസന്ധിയാണ് ദൈവമക്കളെ അനുഭവിക്കുന്നത്, അതിന് സ്വർഗം മറുപടി തരും. സ്വർഗം തുറക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ നിന്ന് ഒരു കരം നീണ്ടുവന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഒരു കരം നീണ്ടുവന്നു. അത് യഗസ്കേൽ പ്രവാചകനെ ബലപ്പെടുത്തി. എവിടെ തുറക്കപ്പെട്ട സ്വർഗം കാണുന്നോ, ആ തുറക്കപ്പെട്ട സ്വർഗം മാത്രമല്ല, തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നീണ്ടുവരുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. നീണ്ടുവരുന്ന ഒരു കരമുണ്ട്. അതിന്ന് പകലും നമ്മുടെ നേരെ നീട്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ കരം ദൈവത്തിൻ്റെ കരമാണ്. കേബാർ നദീതീരത്ത് ഇരിക്കുന്ന പ്രവാസ കാലഘട്ടത്തിൽ ഇരിക്കുന്ന യഗസ്കേൽ പ്രവാചകന്റെ നേരെ നീണ്ടുവന്ന കരം ദൈവത്തിൻ്റെ കരമാണ്. ആ കരം ഇന്നും ജീവിക്കുന്നു. ഉളവാകട്ടെ ഉളവാകട്ടെ എന്ന് പറഞ്ഞ് പ്രപഞ്ചത്തെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരമാണിത്. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് കുഴച്ച് തൻ്റെ ഛായയിലും സ്വരൂപത്തിലും രൂപപ്പെടുത്തി അവൻ്റെ നാസ്വാന്തരങ്ങളിൽ ഊതിയപ്പോൾ ദേഹി ജീവനുള്ളതായി തീർന്നു. നമ്മെ രൂപപ്പെടുത്തിയ കരം, നമ്മെ രൂപപ്പെടുത്തിയ കരമാണത്. ദാവീദ് പറയുന്നു, എൻ്റെ അമ്മയുടെ ഉള്ളിൽ ദൈവം എന്നെ മെനഞ്ഞു, എൻ്റെ അമ്മയുടെ ഉള്ളിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. അപ്പം അമ്മയുടെ ഉള്ളിൽ നമ്മെ മെനഞ്ഞ കരമാണിത്. സ്തോത്രം. അമ്മയുടെ ഉള്ളിൽ നിന്ന് കേടുകൂടാതെ പരുക്കുകൂടാതെ പുറത്തെടുത്ത കരമാണിത്. ആ കരമാണ് നമ്മുടെ നേരെ നീട്ടപ്പെട്ടിരിക്കുന്നത്. തീർന്നില്ല. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര ഇന്നേ വരെ സാധിച്ചിട്ടില്ലാത്ത, വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയാത്തത് കുഷ്ഠരോഗി. കൊരട്ടി കുഷ്ഠരോഗ ആശുപത്രിയിലൊക്കെ കടന്നു ചെന്നാൽ അറിയാൻ പറ്റും. കുഷ്ഠം എവിടെ വെളിപ്പെടുന്നോ അവിടെ വെച്ച് മുറിഞ്ഞു പോകും. അത്ര ദാരുണമായൊരവസ്ഥ. എന്നാൽ വൈദ്യശാസ്ത്രത്തിന് എതിരായി വൈദ്യശാസ്ത്രത്തെ നിർമ്മിച്ച, വൈദ്യശാസ്ത്രത്തിന് പരിമിതികൾ വെച്ചിട്ടുള്ള സ്വർഗത്തിലെ ദൈവം ആ പകലിൽ മനസ്സലിഞ്ഞ് കണ്ണുനീരോടെ നിൽക്കുന്ന കുഷ്ഠരോഗിയുടെ നേരെ നീട്ടിയപ്പോൾ
കുഷ്ഠരോഗി സൗഖ്യമായി. വൈദ്യശാസ്ത്രത്തിന് എതിരായി അതുവരെ ഉണ്ടായിരുന്ന നിയമം, പ്രപഞ്ച നിയമത്തെ സ്വർഗം മാറ്റിമറിച്ചു. അപ്പോൾ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ കരം. 38 ആണ്ട് തളർന്നു കിടന്ന തളർവാദ രോഗിയുടെ നേരെ ഈ കരം നീട്ടപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. ഈ കരത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം. ടാക്സ് കൊടുക്കാൻ ഭാരപ്പെടുന്ന പത്രോസ് അപ്പോസ്തലനോട് നീ സമുദ്രത്തിൽ ചെന്ന് ചൂണ്ടലിടുക, ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ നിന്നും നമുക്ക് വേണ്ടത് ലഭിക്കുമെന്ന് പറയുമ്പോൾ മുന്നമ്മേ ആ മത്സ്യത്തിൻ്റെ അകത്ത് കൊടുക്കേണ്ട നിധിയെ ഒളിപ്പിച്ചു വെച്ച ദൈവത്തിൻ്റെ കരം, ഈ കരമാണ് വെളിപ്പെട്ടത്. ഈ ദൂത് കേൾക്കുന്ന ദൈവ പൈതലെ, ദൈവമക്കളെ, ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നമ്മുടെ പ്രശ്നത്തിന് നേരെ, പ്രതിസന്ധിക്കെതിരെ നീട്ടപ്പെട്ടിരിക്കുമ്പോൾ കണ്ണ് നനഞ്ഞ് പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നുവെങ്കിൽ ആ വിഷയത്തെ പരിഹരിക്കാൻ, മറുപടി തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ദൈവം ശക്തനാണ്. അനേക നാളുകൾക്ക് മുമ്പ് ക്യാൻസറിന് അടിമപ്പെട്ട ഒരു കർത്തൃദാസനെ പരിചയമുണ്ട്. ക്യാൻസർ എന്ന രോഗത്തിന് അടിമപ്പെട്ടു. വലിയ ഹോസ്പിറ്റലിൻ്റെ തൂണ് ചാരി നിൽക്കുമ്പോൾ ഏറെ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. കാരണം സാധ്യത ഒട്ടുമില്ല, സാധ്യതകളെല്ലാം മങ്ങിയിരിക്കുന്നു. ഒട്ടും ബാങ്ക് ബാലൻസ് ഇല്ല, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ. എന്നാൽ നല്ല ദൈവമക്കൾ ആ ഭവനത്തിൻ്റെ അകത്ത് ഉച്ചവരെ ഉപവാസം വെച്ച് പ്രാർത്ഥിച്ചു. ഹീസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഏത് റേഡിയേഷനേക്കാളും പവറുള്ള പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അനേക ദൈവമക്കളുടെ കണ്ണുനീർ കണ്ടിട്ട് കണ്ണുനീരിൽ സ്വർഗം ചലിക്കുമ്പോൾ ചലിക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെട്ട കരം ഉച്ചയ്ക്ക് വറീസിനെ തൊട്ടു. വൈദ്യശാസ്ത്രത്തിൽ PhD എടുത്തിട്ടുള്ള, ക്യാൻസർ എന്ന ആ രോഗത്തിൻ്റെ മേൽ ഒരുപാട് പഠനം നടത്തിയിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ തുറക്കപ്പെട്ട ഒരു വാതിൽ വഴി ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ പറഞ്ഞു, വൈദ്യശാസ്ത്രത്തിന് പഠിക്കാൻ കഴിയാത്ത എന്തോ ഒരു അത്ഭുതം വറീസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രത്തിന് മനസ്സിലാകാത്ത വിധത്തിൽ വർഗീസിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് പ്രവർത്തിച്ച ആ കൃപ എന്തെന്ന് ചോദിച്ചാൽ, വിസിബിൾ അല്ലെങ്കിലും ഇൻവിസിബിളായിരിക്കുന്ന, കാണാൻ കഴിയാത്ത ഒരു കരം അന്ന് പകലിലെ ഉപവാസ പ്രാർത്ഥനയിൽ വർഗീസിൻ്റെ ഭവനത്തിന് നേരെ നീട്ടപ്പെടുമ്പോൾ ക്യാൻസർ എന്ന വലിയ രോഗത്തിന് ദൈവം കൃപയാൽ സൗഖ്യം കൊടുത്തു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നൊമ്പരപ്പെടുന്നവരുടെ നേരെ, ഭാരപ്പെടുന്നവരുടെ നേരെ, വഴിയടഞ്ഞവരുടെ നേരെ സ്തോത്രം, ആ കരം നീട്ടപ്പെട്ടിരിക്കും. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ കടന്നു പോവുകയാണ്. തടസ്സങ്ങൾ പ്രത്യക്ഷപ്പെട്ട് നിന്റെ കൊച്ചു ജീവിതത്തെ തകർക്കാതിരിക്കേണ്ടതിന് താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ പൊളിച്ച് ഞാൻ നിനക്ക് മുമ്പായി അഗ്നിയായി കടന്നു പോകും. സ്തോത്രം, അഗ്നിയായി കടന്നു പോകും. നമ്മുടെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൻ്റെ മുമ്പിൽ അഗ്നിയായി കടന്നു പോകുന്ന ദൈവത്തെ ദർശിക്കാൻ ദൈവമക്കൾക്ക് ഭാഗ്യം കിട്ടിയ കണ്ണുകൾക്ക് പരിഹരിക്കപ്പെടാവുന്ന വിഷയമേ ഈ ഭൂമിയിലുള്ളൂ എന്ന് ഉറയ്ക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹമാണ്. ദൈവം കരുണയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പഠനത്തിൽ പരാജയപ്പെട്ട പ്രിയ കുഞ്ഞ് മെഡിസിന് പോകണമെന്ന ആഗ്രഹമുണ്ട്. സാധ്യതകളൊന്നും ഭവനത്തിലില്ല, വേറെ വാതിലുകളൊന്നും തുറക്കാനില്ല. എന്നാൽ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ താമസിച്ചൊരു ധ്യാനം കൂടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ആ ഭവനത്തിൻ്റെ നേരെ ഈ സ്വർഗം തുറന്നു. കേബാർ നദീതീരത്ത് തുറക്കപ്പെട്ട അതേ സ്വർഗവും അവിടെ നീണ്ടുവന്ന അതേ കരവും ഈ ഭവനത്തിൻ്റെ നേരെ, ഈ പ്രിയ കുഞ്ഞിൻ്റെ നേരെ നീട്ടപ്പെട്ടു. ഒരു അനുഗ്രഹമായി മാറി. പരിശുദ്ധാത്മാവ് പരീക്ഷയ്ക്ക് ആ പ്രിയ മകനെ സഹായിച്ചു, ആ കുടുംബത്തെ സഹായിച്ചു. മെഡിസിൻ പഠിക്കുകയാണെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു കൊടുത്ത് പരീക്ഷ എഴുതുമ്പോൾ അവൻ്റെ ആലോചനകൾക്കും പഠനത്തിനും വിപരീതമായി പരിശുദ്ധാത്മാവ് ചില ആൻസറുകളിലേക്ക് കരം ചലിപ്പിച്ചതുകൊണ്ട് ടിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് വിജയത്തിലെത്തിച്ചു. ഏകദേശം നല്ലൊരു റാങ്കിൻ്റെ അടുത്തെത്തി. 1 രൂപ പോലും മുടക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുമ്പോൾ
ആ ഭവനത്തിൻ്റെ നേരെ ഒരു സ്വർഗം തുറക്കപ്പെട്ടു. അടയപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ നേരെ സ്വർഗം തുറക്കപ്പെട്ടു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചാൽ തുറക്കപ്പെടുന്നൊരു സ്വർഗമുണ്ട്, അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ഈ തുറക്കപ്പെട്ട സ്വർഗം കാണാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും സ്വർഗം നമ്മുടെ നേരെയൊക്കെ തുറക്കപ്പെടുന്നുണ്ട്, അത് കാണാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തെയും തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നീട്ടപ്പെടുന്ന കരത്തിൻ്റെ മുമ്പിൽ പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ ആകുലതകളും ചിന്തകളും കണ്ണുനീരുകളും തെറ്റായ ദൈവദർശനങ്ങളുമാണ് ഒരുപക്ഷെ തടസ്സമായി നിൽക്കുന്നത്. മരുഭൂമിയിൽ ഹാഗാർ കരയുന്നുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിൽ അതിൽ വലുതാണ്. വചനം പറയുന്ന അവിടെ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. ആ ഉറവ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ദൈവം അതവിടെ വെളിപ്പെടുത്തിയതാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഹാഗാർ വരും, ഈ പ്രതിസന്ധി ഉണ്ടാകുമെന്നറിയുമ്പോഴേ തന്നെ ദൈവം അവിടെ നീരുറവ പുറപ്പെടുവിച്ചതാണ്. എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണിൽ നിന്നും പുറപ്പെടുന്ന കണ്ണുനീരായിരിക്കാം ഒരുപക്ഷെ ഈ ഉറവയും അവളെയും തമ്മിൽ കാണുന്നതിന് തടസ്സമായി നിന്നത്. കരയണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. പക്ഷേ കരയുന്ന കണ്ണുനീർ കരച്ചലിൻ്റെ മറുപടിയെ കാണാൻ തടസ്സമാകരുത്. എന്നാൽ കരഞ്ഞ് തളർന്ന് കണ്ണുനീര് തീർന്നപ്പോൾ അവളുടെ കണ്ണിൻ്റെ മുമ്പിൽ നീരുറവ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മുടെ ആകുലതകളും വേദനകളും പെറുപെറുപ്പും സങ്കടങ്ങളും മുമ്പിൽ വെളിപ്പെടുന്ന, തുറക്കപ്പെടുന്ന, നീട്ടപ്പെടുന്ന സ്വർഗത്തെയും സ്വർഗത്തിലെ കരത്തെയും കാണാൻ തടസ്സമാണ്. അങ്ങനെ ആകരുത് ദൈവമക്കളെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സർവബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ക്രിസ്തുയേശുവിങ്കിൽ നിങ്ങളുടെ നിലവുകളെ കാക്കും. ഹല്ലേലൂയ. ഈ തുറക്കപ്പെടുന്ന സ്വർഗം കാണാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് ജീവിത വിശുദ്ധിയാണ്. മൗണ്ട് സർമൺ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പം ദൈവത്തെ കാണാനുള്ള ഏക വഴി മാർഗം വിശുദ്ധിയാണ്, ജീവിത വിശുദ്ധി. ബി ഹോളി ബിക്കോസ് ഐ എം ദ ഹോളി. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ജീവിതത്തിൻ്റെ പാപക്കറകൾ കഴുകിക്കളയാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൂത് പറയുക. അനുദിന ജീവിതത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്ത് കടക്കുന്ന പാപസ്വഭാവങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ള ഒരു ഭവനത്തെയും സംഹാരകൻ തൊട്ടില്ല, സ്പർശിച്ചില്ല, കടന്നില്ല. ഹീസ് എ കണ്ണിങ് ഫെലോ. സംഹാരകൻ സൂത്രശാലിയാണ്. അവൻ അറക്കുന്നവനാണ്, മുടിക്കുന്നവനാണ്, കള്ളനാണ്. അവൻ വീടിൻ്റെ അകത്ത് കയറിയാൽ അപകടമാണ്. ശരീരം ഒരു ഭവനമാണ്, ആരോഗ്യമൊരു ഭവനമാണ്. ഇതിൻ്റെ അകത്ത് ആത്മാവുണ്ട്, അതിനെ അവൻ മോഷ്ടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ അകത്ത് കടക്കാതിരിക്കാൻ ഒരു വിശുദ്ധി, കണ്ണടക്കം, ചെവിയടക്കം, ജീവിതത്തിനൊരടക്കം ആവശ്യമാണ്. വിശുദ്ധീകരണം പ്രാപിക്കുന്ന ദൈവമക്കൾക്കാണ് ഈ സ്വർഗം തുറക്കപ്പെട്ടതും നീട്ടപ്പെട്ട കരവും പ്രവർത്തിക്കുന്ന അത്ഭുതവും തുറക്കുന്ന വഴികളും കാണുവാൻ കഴിയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് അന്ത്യത്താഴത്തിലേക്ക് പരിശുദ്ധ കുർബാന സെഗ്യൂൻ മാളികയിൽ സ്ഥാപിക്കുന്നതിന് തൊട്ട് പിൻപ് കാൽ കഴുകൽ ആ ശുശ്രൂഷ അതൊരു അനുഭവമായി ചെയ്യുകയാണ്. ശിഷ്യന്മാരെ ചിലത് പഠിപ്പിക്കുകയാണ്, നമ്മയും പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുമ്പ് കർത്താവ് ഒരു കാര്യം ചെയ്യുന്നത് ദൈവമക്കൾ ശ്രദ്ധിക്കണം. നാമും അങ്ങനെ തന്നെ വചനം കേൾക്കുന്നതിന് മുമ്പും പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുന്നതിന് മുമ്പും ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പും ഇത് നാമും ചെയ്യേണ്ടതാണ്, ആരംഭിക്കേണ്ടതാണെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ദൂത് കേൾക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്. ഹല്ലേലൂയ. ഏറ്റെടുത്താൽ അനുഗ്രഹിക്കപ്പെടും. അവിടെ ചെയ്യുന്നത് അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകി, കാൽപാദങ്ങൾ കഴുകി. ഏറ്റവും എളിമയുടെ ഒരു ശുശ്രൂഷയാണ്. ഞാനിങ്ങനെ ചെയ്യുന്നുവെങ്കിലും നിങ്ങളും ഇതുപോലെ ചെയ്യണമെന്നൊരു മാതൃക.
ആ മാതൃകയ്ക്കകത്ത് വേറെ വലിയൊരു മർമ്മം കൂടിയുണ്ട്. അപ്പോസ്തലനായ പത്രോസിൻ്റെ അടുത്ത് കാൽ കഴുകാൻ വരുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, എൻ്റെ കാൽ കഴുകരുത്. നീ കർത്താവാണ്, മാസ്റ്ററാണ്, ഗുരുവാണ്, അങ്ങനെ ചെയ്യരുതേ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ ഈ പകൽക്കാലം യോഗ്യനല്ല. ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ലാത്ത കർത്താവ് പാദം കഴുകുക എന്നുള്ളത് ആ പകൽക്കാലം പത്രോസ് അപ്പോസ്തലന് അസഹനീയമാണെങ്കിലും കർത്താവ് അത് സമ്മതിച്ചില്ല. കഴുകിയില്ലെങ്കിൽ വിത്തുമി, എന്നോടുകൂടെ നിനക്ക് പങ്കില്ല, പോർഷനില്ല. എന്നോടുകൂടെ കഴുകിയില്ലെങ്കിൽ പങ്കില്ല. പത്രോസ് ആ സമയത്തൊക്കെ ചെറിയൊരു എടുത്തിയാട്ടക്കാരനാകിയാൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, എങ്കിൽ കർത്താവേ, എന്നെ ഒന്ന് പൂർണ്ണമായി കഴുകണമേ. അതിനെയും കർത്താവ് പ്രതിരോധിച്ച് പറഞ്ഞു, പത്രോസേ, ഇപ്പോൾ നീ കുളി കഴിഞ്ഞവനാണ്. കുളി കഴിഞ്ഞവന് ഇനി പൂർണ്ണമായി ഒരു കഴുകലിൻ്റെ ആവശ്യമില്ല. പാദം മാത്രം കഴുകിയാൽ മതി, നീ കുളിച്ചവനാണ്. എന്തുകൊണ്ടാണ് ദൈവമക്കളെ കർത്താവ് അങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം, ദൈവാലയത്തിൽ പോകുമ്പോൾ, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, മറ്റ് ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പോകുന്നവരാണ് നമ്മൾ. എന്നാൽ കുളി കഴിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ച് പോകുന്ന യാത്രയിൽ ശരീരത്തിൻ്റെ അകത്ത് അല്പം പൊടി പറ്റാൻ സാധ്യതയുള്ളൊരു ശരീരഭാഗമാണ് നമ്മുടെ പാദം. ചെരുപ്പഴിച്ച് പുറത്തിട്ട് മുറിക്കകത്ത് കിടക്കുമ്പോൾ പാദത്തിൽ, പള്ളിക്കകത്ത് കിടക്കുമ്പോഴും പാദത്തിൽ അല്പം പൊടി പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കുളി കഴിഞ്ഞവൻ്റെ മറ്റുള്ള ശരീരഭാഗങ്ങളിലും കരങ്ങളിലുമൊക്കെ പൊടി പറ്റാൻ സാധ്യത കുറവാണ്, പക്ഷെ കാൽപാദത്തിൽ തീർച്ചയായും പൊടി പറ്റും. കാൽപാദം പൊടിയിൽ സ്പർശിക്കപ്പെടുന്നു. അതുകൊണ്ട് നിന്റെ പാദം കഴുകണം. അതുകൊണ്ടാണ് പാദം കഴുകുന്നത്. സ്തോത്രം. അതുകൊണ്ട് മാത്രമാണ് പാദം കഴുകേണ്ടത്. കാരണം പൊടി പറ്റാൻ സാധ്യതയുണ്ട്. കുളി കഴിഞ്ഞവർക്ക് പൊടി പറ്റാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, കർത്താവിൻ്റെ കൃപയാൽ നമ്മളെല്ലാവരും കുളി കഴിഞ്ഞവരാണ്. ഒരിക്കൽ മാമോദീസ സ്വീകരിച്ച്, മാമോദീസ തൊട്ടിയിൽ മാമോദീസ മുങ്ങി, പരിശുദ്ധ മൂറോനാൽ മുദ്രയിടപ്പെട്ട്, ജീവൻ്റെ പുസ്തകത്തിലും ദൈവാലയത്തിലുള്ള രജിസ്റ്ററിലും പേര് ചേർക്കപ്പെടുമ്പോൾ കുളി കഴിഞ്ഞവരാണ്. പറുദീസയിൽ ആദം രുചി നോക്കാത്ത ഫലം, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ അവയവങ്ങളിൽ വയ്ക്കപ്പെടുമ്പോൾ, കുളി കഴിഞ്ഞ ശരീരത്തിൽ അവയവമായ നാവിൽ അത് വയ്ക്കപ്പെടുകയും അത് അധരത്തിൽ ചെല്ലുകയും നഷ്ടപ്പെട്ട ഏദൻ്റെ പറുദീസയിൽ പ്രവേശിക്കാൻ കൃപയാൽ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നു. അപ്പോൾ ഒരിക്കൽ കുളി കഴിഞ്ഞവരാണ്. പക്ഷേ ഈ ഭൂമിയിലെ അനേക സംവത്സരം ജീവിക്കുന്നത് മുഖാന്തരം, കുടുംബജീവിതം വഴി, സാമൂഹിക ജീവിതം വഴി, ഉപജീവന മാർഗത്തിനുള്ള യാത്ര വഴി, ഈ കൊച്ചു ജീവിതത്തിൽ കൊച്ചു പാദങ്ങളാകുന്ന പൊടിപടലങ്ങൾ ഹൃദയത്തിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ചിന്ത കൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. ഒരു പരിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പ്, പ്രവേശനത്തിന് മുമ്പ്, അതിൽ സംബന്ധിക്കുന്നതിന് മുമ്പ് ഈ പാദമാകുന്ന പാപത്തെ കഴുകണം. ഒരു കൊച്ചു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും ചേർന്നിരിക്കാൻ തയ്യാറാകുമ്പോൾ പാദമാകുന്ന പാപത്തെ ഒന്ന് കഴുകാൻ കഴിയണം. ദൈവവചനം വിശുദ്ധീകരിക്കുന്നതാണ്. വിശുദ്ധീകരിക്കുന്ന ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഈ പാദത്തെ കഴുകുവാൻ ഇരുന്നു കൊടുക്കണം. നല്ലൊരു കുടുംബജീവിതം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പാദങ്ങളാകുന്ന പാപങ്ങളെ കഴുകി മാറ്റി ദാമ്പത്യം ആരംഭിക്കണം. ആരംഭിക്കുന്ന ദാമ്പത്യത്തിലൂടെ പുറപ്പെടുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിച്ച്, ആരാധിച്ച്, ഒരുങ്ങി, വിശുദ്ധീകരണം പ്രാപിച്ച് പാദമാകുന്ന പാപത്തെ, പൊടിപടലങ്ങളെ കഴുകി മാറ്റി ആരംഭിക്കണം. ഭൂമിയെ കീഴ്മേൽ മറയ്ക്കുന്ന തലമുറ, സ്വർഗത്തിന് പ്രയോജനപ്പെടുന്ന തലമുറ രൂപപ്പെടും. വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങി അതിന് പക്വത പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും മാതാപിതാക്കൾ ഇരുത്തി പ്രാർത്ഥിപ്പിച്ച് പൊടിപടലങ്ങളാകുന്ന പാപങ്ങളെ കഴുകി മാറ്റി വിദ്യാഭ്യാസം ആരംഭിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഇതൊക്കെയും ജീവിതത്തിൽ അനുഗ്രഹമാകും. അവിടെയാണ് സ്വർഗത്തിൻ്റെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത്. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗത്തിലെ സർവ ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മൾ നിറയപ്പെട്ടവരാണ്.
വീണ്ടും ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാ ഇതിലൂടെയാണ് വഴിയെന്ന് നിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദമാണ് നമ്മളെ നടത്തുന്നത്. പിന്നിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വിശുദ്ധിയുള്ളൊരു ഹൃദയം വേണം. വിശുദ്ധിയുള്ളൊരു ഹൃദയം വേണം. അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കെണികളിൽ അകപ്പെടത്തില്ല, വഴിതെറ്റി മാറത്തില്ല. അപ്പോസ്തോലന്മാര് ഓട്ടം തികച്ചു, ദൈവമാതാവ് ഓട്ടം തികച്ചു, പ്രവാചകന്മാർ ഓട്ടം തികച്ചു. സഭയോട് ചേർക്കപ്പെട്ട ജീവനുള്ള കല്ലുകളാകുന്ന വിശുദ്ധന്മാർ ഓട്ടം തികച്ചത് കർത്താവിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ വിശുദ്ധ ജീവിതം അവർ രൂപപ്പെടുത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ കൈവയ്ക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകുന്നു, അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു, മറുപടി ലഭിക്കുന്നു. അവരെ കാണുന്നത് അനേകം ദൈവമക്കൾ ക്യൂ നിൽക്കുന്നു. അവരിന്ന് ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഖബറുകളിലേക്ക് തീർത്ഥാടനങ്ങൾ നടത്തുന്നു. അവരുടെ പരിശുദ്ധ ബലിയിൽ പേരോർക്കാൻ ആവശ്യപ്പെടുന്നു. ചില മനുഷ്യരെ നാം പ്രത്യേകം തേടി അലയുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ വെളിപ്പെടുന്ന ദൈവകൃപ നമ്മുടെ ചങ്കുലയ്ക്കുന്ന വേദനയ്ക്ക് മറുപടിയാണ്. അതുകൊണ്ട് വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു 5 മിനിറ്റ് ദൂത്, ചെറിയൊരു ഷോർട്ട് മെസ്സേജ് കൊടുക്കുമ്പോൾ അത് കേട്ടിട്ട് മുമ്പിൽ വന്ന് തനിക്ക് പറ്റുന്ന വീഴ്ചകളും അപകടങ്ങളുടെയും കാരണം ആത്മീകവൽക്കരിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവരെല്ലാം അതിനെ ആത്മീകവൽക്കരിച്ച് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ, ഈ വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, അച്ഛാ പ്രാർത്ഥിക്കണം, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ, അച്ഛാ എനിക്ക് പകലൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഇപ്പോൾ കടന്നു പോകുന്ന എല്ലാ തകർച്ചകൾക്കും വീഴ്ചകൾക്കും ഭാരങ്ങൾക്കും ഈ സഹനങ്ങൾക്കും കാരണം എൻ്റെ ഒരു പാപ സ്വഭാവമാണ്. ഞാൻ വീണുപോയ ഒരു പാവാവസ്ഥയാണ് അച്ഛാ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് അത് കേൾക്കുമ്പോൾ അല്പം ഭയം തോന്നി. എന്നാൽ ദൈവവചനം ഇങ്ങനെയാണ്, നിന്റെ പാപം എത്ര കടും ചുമപ്പാകട്ടെ, എത്ര ആഴമുള്ളതാകട്ടെ, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലായാൽ നിനക്കതിന് ശിക്ഷാവിധിയില്ല, നീക്കുപോക്കുണ്ട്. ആ കുമ്പസാരത്തിൽ ദൈവം അവന് വിടുതൽ കൊടുത്തു. താമസിച്ച് ധ്യാനം കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതവും ഭാവി ജീവിതമുണ്ട്. നോക്കിക്കേ, ഒരു വചനം കേട്ടപ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊണ്ടു. എൻ്റെ തകർച്ചയ്ക്ക് കാരണം മറ്റു പലതുമാണെന്ന് വിശ്വസിച്ചു. എന്നാൽ വചനം ഇടപെട്ടപ്പോൾ യഥാർത്ഥ കാരണം കണ്ടെത്തി. ഹോസ്പിറ്റലിലൊക്കെ കടന്നു ചെന്ന് മറ്റു പല രോഗവുമായിട്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ റൂട്ട് അതാകണമെന്നില്ല. എന്നാൽ ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം മറ്റൊരു രോഗമായി. അത് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ സർജറി നടത്തുമ്പോൾ മറ്റുള്ള എല്ലാ ശാരീരിക അസ്വസ്ഥതകളും അതിനാൽ പരിഹരിക്കപ്പെടുന്നത് പോലെ അതിൻ്റെ യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി പരിഹരിക്കപ്പെടുമ്പോൾ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് ജീവിതത്തിലേക്ക് അനുഗ്രഹം വരാൻ, കൃപയൊഴുകാൻ തടസ്സമായി നിൽക്കുന്നത് പാപം മാത്രമാണ്. പാപത്തെ കഴുകുന്നു എങ്കിൽ കൃപ അണപൊട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും, തലമുറയിലേക്ക് ഒഴുകും, കുടുംബങ്ങളിലേക്ക് ഒഴുകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഒരു കുടുംബം അനേക നാളുകളായി വിവാഹം കഴിച്ചിട്ട് തലമുറകളില്ല. ദൈവസന്നിധിയിൽ സങ്കടപ്പെട്ടു, ഭാരപ്പെട്ടു, പ്രാർത്ഥിച്ചു. വൈദ്യശാസ്ത്രം ഇനി അവരുടെ ഉള്ളത്തിലൊരു തലമുറ രൂപപ്പെടുന്നില്ലെന്ന് എന്നേക്കുമായിട്ട് വിധി എഴുതി. ഇനി അതിനുവേണ്ടി മരുന്ന് കഴിക്കുകയും വേണ്ട. എന്നാൽ വചനം എങ്ങനെയാണ്? വാട്ട് ഈസ് ദ ഇമ്പോസിബിൾ വിത്ത് മെൻ ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. മരുന്നും ലേവനവുമല്ല നിന്നെ സൗഖ്യമാക്കും ദൈവവചനമാണ്. ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് മുട്ടുകുത്തി കണ്ണ് നനഞ്ഞ് ചങ്കതല്ലി പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ദൈവം യഗസ്കേൽ പ്രവാചകന്റെ നേരെ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെട്ട കരം അവരെ ആ രാത്രി സ്പർശിച്ചു. സൂര്യനെ പോലെ ശോഭയുള്ള ഒരു തലമുറ ആ ഭവനത്തിൽ നിന്ന് ഓടിക്കളിക്കുന്നു, അവരുടെ കരങ്ങളിൽ തുള്ളിച്ചാടുന്നു. പാപത്തിൻ്റെ കെട്ടുപൊട്ടി ദൈവം മറുപടി കൊടുത്തു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എത്ര കൊടുംഭാവിയുമാകട്ടെ, ഹിറ്റ്ലർ ചെയ്തു കൂട്ടിയതിനേക്കാൾ അധികം ക്രൂരതയൊന്നും നമ്മൾ കാട്ടിയിട്ടില്ല. ഹിറ്റ്ലറോട് പോലും ക്ഷമിക്കുന്ന ദൈവം, മനം തിരിഞ്ഞു വന്നാൽ ക്ഷമിക്കുന്ന ദൈവം, വീണ്ടെടുത്ത് സ്നേഹിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട നമ്മളോട് ക്ഷമിക്കാതിരിക്കുമോ, പൊറുക്കാതിരിക്കുമോ? ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ്സുകൾ വണങ്ങി കണ്ണുകളടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം.
അച്ഛനൊരു വാക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവരെ ദൈവം സൗഖ്യമാക്കട്ടെ. കടഭാരം അനുഭവിക്കുന്നവരെ പകൽക്കാലം ദൈവം സൗഖ്യമാക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ട് എവിടെയിരിക്കുന്നോ ഭാരപ്പെടുന്നു അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട ശരീരങ്ങൾക്ക് ദൈവം സൗഖ്യം കൊടുക്കട്ടെ. മരുന്നോ ലേപനവുമല്ല നിന്നെ സുഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ഞങ്ങളോട് പറയുന്നു. ഞാൻ രോഗിയുടെ കിടക്ക മാറ്റിവിരിക്കുന്ന ദൈവമാണെന്ന് പറയുന്നു. 38 ആണ്ട് തളർന്നു കിടന്ന തളർവാദ രോഗിയോട് കരുണ തോന്നിയ ദൈവത്തിൻ്റെ കരം യഗസ്കേൽ പ്രവാചകൻ്റെ നേരെ നീട്ടപ്പെട്ടതുപോലെ ഇപ്പോൾ പ്രാർത്ഥനയിൽ നീട്ടപ്പെടട്ടെ എന്ന് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ചില അടഞ്ഞ ഉദരങ്ങളുണ്ട്. കരുണ തോന്നണമേ കർത്താവേ, കൃപ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡിൻ്റെ പ്രതിസന്ധി കഴിഞ്ഞെങ്കിലും അതുമൂലം ഭാരപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, കടഭാരം പേറുന്നവരുണ്ട്, തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, വിവാഹം നടക്കാതെ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്, മക്കൾ വഴിതെറ്റിപ്പോയവരുണ്ട്, അനാഥാലയങ്ങളിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. കാൽവറിയിൽ നീ ഒഴുക്കിയിട്ടുള്ള പരിശുദ്ധമായ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ദൈവവചനം പഠിക്കുവാനും അറിയുവാനും ദൈവവചന അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനും സുവിശേഷാത്മകമായി ജീവിതം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിരുവചനാഗ്നി ധ്യാനം നയിക്കുന്നതിന് ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് ലഭിച്ചത് എത്ര വലിയ അനുഗ്രഹമാണ്. യേശുവിൻ്റെ കുറുതായി പോകാത്ത കരം, ആവശ്യ സമയത്ത് നീട്ടപ്പെടുന്ന കരം, അത്ഭുതം പ്രവർത്തിക്കുന്ന കരത്തെക്കുറിച്ച് വേറിട്ട ചിന്തകൾ നൽകി പരിശുദ്ധാത്മാവിൽ കത്തി ജ്വലിച്ച് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ ദൈവം തമ്പുരാൻ എത്രയും ബഹുമാനപ്പെട്ട റെജി അച്ഛനെ കരങ്ങളിലെടുത്ത് അത്ഭുതകരമായി നടത്തിയതോർത്ത് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും ദൈവസന്നിധിയിൽ വളരെ വിനയത്തോടെ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട അച്ഛനെ സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം. അച്ഛൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴെല്ലാം തീപാറുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകമുണ്ടാകാൻ ദൈവമേ തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുനാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ നന്ദിയും സ്നേഹവും ബഹുമാനപ്പെട്ട അച്ഛനെ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിനെയും ശ്രേഷ്ഠ പിതാവിനെ, അഭിനരായ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട അഭിഷിക്തരെയും സന്യസ്തരെയും എല്ലാ കോൺവെൻറ്റുകളെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആലയം ദാനമായി തന്ന മകന് അവിടുന്ന് നിത്യശാന്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് 3-ാം തീയതി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ പൗലോസ് തെറ്റിക്കോട്ടുമോളത്ത് പരേതനായ സഹോദരൻ്റെ 7ാമത് ചരമവാർഷികം വിശുദ്ധ ബലിയർപ്പിച്ച് നിത്യശാന്തിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നടത്തി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. അപ്പ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. ഈ ആലയത്തിൽ നിന്ന് ധ്യാനം കൂടിപ്പോയിട്ടുള്ള സകല മക്കളെയും വിശുദ്ധരാക്കി സുവിശേഷകരാക്കി മാറ്റണമെന്ന് ഞങ്ങൾ കൊതിയോടെ പ്രാർത്ഥിക്കുകയാണ്. 7-ാം തീയതി ആരംഭിക്കുന്ന ധ്യാനത്തിലേക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കു നിന്നും ദിക്കുകളുടെ കെട്ടുകൾ പൊട്ടിച്ച് ഭവനങ്ങളുടെ കെട്ടുകൾ അഴിച്ച് ധാരാളം മക്കൾ കടന്നു വരുവാൻ, സ്വർഗത്തിൻ്റെ മക്കളായി തീരാൻ അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നിർവഹിക്കുന്ന
ശ്രേഷ്ഠാചാര്യന്മാരെയും ഹല്ലേലൂയ എല്ലാവരെയും അപ്പൻ്റെ കരങ്ങളിൽ വെച്ച് തരികയാണ്. പരിശുദ്ധാത്മാവ് മാത്രം ഏറ്റെടുത്ത് നയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ചകളിൽ നടക്കുന്ന ഓൺലൈൻ ധ്യാനത്തെയും ഓഫ്ലൈൻ ധ്യാനത്തെയും ഞായറാഴ്ചകളിലെ എവൻഗേലിയൻ സന്ദേശത്തെ ഹല്ലേലൂയ ഗൂഗിൾ മീറ്റ്, ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, ധ്യാനം ഇവ നയിക്കുന്നവരെയും അപ്പൻ്റെ കരങ്ങളിൽ വെച്ച് തരുന്നു. അപ്പാ, അനേക മക്കൾ സ്വർഗത്തിലെത്തുന്ന ശ്രേഷ്ഠ ശുശ്രൂഷകളാക്കി അവിടുന്ന് പരിശുദ്ധാത്മാവ് മാത്രം ഏറ്റെടുത്ത് നയിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ധ്യാനകേന്ദ്രത്തെ വിവിധ നിലകളിൽ സഹായിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ശ്രീവണ്ണാരം തുറന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഇത് സഹന സഭയാണ്. അങ്ങ് ഏറ്റവും ആദ്യം സ്ഥാപിച്ച സഭയാണ്. ഞങ്ങൾക്കിത് അറിയാം. സഹനം ഏറ്റവും അധികം ഏറ്റെടുക്കേണ്ട സഭ. ഹല്ലേലൂയ. അങ്ങ് ക്രൂശിലാണ് കിടന്നത്. ആ ക്രൂശിക്കപ്പെടുന്ന അനുഭവം ഈ സഭയിലെ മക്കൾ അനുഭവിക്കുകയാണ്. കരുണ തോന്നണമേ. നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങൾ തിരികെ ലഭിക്കാനും ഇനിയൊന്നും നഷ്ടപ്പെടാതിരിക്കാനും അവിടുന്ന് പുതുവഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഗവൺമെന്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന സകല വ്യക്തികളെയും അവരുടെ വിഷയങ്ങളെയും അപ്പൻ്റെ കരങ്ങളിൽ വെച്ച് തരുമ്പോൾ ദൈവമേ, ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയോട് കൂടുതൽ അടുക്കുന്നതിന്, ഹല്ലേലൂയ, കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നതിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാരക രോഗത്തിന് അനുഭവപ്പെട്ട് കഴിയുന്ന മക്കളുണ്ട്. ദൈവമേ, അപകടത്തിൽപ്പെട്ട് ചലനമറ്റ് കിടക്കുന്നവരുണ്ട്. ദൈവമേ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹപ്രായമായിട്ട് വിവാഹം കഴിയാത്തവർ, വിവാഹം നടത്താനായി കാത്തിരിക്കുന്നവർ, മക്കളില്ലാത്ത ദമ്പതികൾ, ഒരു കൊച്ചു വീട് പോലുമില്ലാത്ത മക്കൾ, ഒരു സെന്റ് സ്ഥലം പോലുമില്ലാത്തവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, വിധവമാർ, അനാഥർ, ദൈവമേ, വാർദ്ധക്യ സഹജമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ, മാതാപിതാക്കൾ മക്കളുടെ സ്നേഹ ശുശ്രൂഷ ലഭിക്കാതെ വേദനിക്കുന്ന മാതാപിതാക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമേ മൊബൈലിൽ അടിമപ്പെട്ട് കഴിയുന്നു, പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ധാരാളം മാതാപിതാക്കൾ വിലപിക്കുകയാണ്. എല്ലാം അങ്ങ് കാണുന്നു, അറിയുന്നു. സൈറ്റൻ വർഷിപ്പിന് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ കരം നീട്ടണമേ. അപ്പാ, കരുണ തോന്നണമേ. ദൈവമേ, രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഫിലിപ്പിയർ 4:19 വചനത്തിന്റെ ശക്തിയാൽ ദൈവമേ, ഓരോരുത്തരുടെയും ആവശ്യങ്ങളിലേക്ക് അവിടുത്തെ ശക്തി, അവിടുത്തെ കൃപ, അവിടുത്തെ കരുണ ഒഴുകി ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസ് 9:23 വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, കരുണയായിരിക്കണമേ. യെശയ്യാ 65:24 വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. സങ്കീർത്തനം 57:2 വചനത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക്, വലിയ വേദനയോടെ കടന്നു വന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് ഒഴുകാൻ, അതെ, ഈ നിമിഷം തന്നെ സ്വർഗം ചലിക്കുന്നത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ മക്കൾ സമർപ്പിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നവർക്ക് നന്ദി പറയുകയാണ്. ഇന്ന് വചനം കേട്ട സകല മക്കളും വിശുദ്ധിയിലേക്ക് വരുവാൻ, സ്വർഗത്തിന്റെ മക്കളായി തീരാൻ കരുണയായിരിക്കണമേ. ലോകത്തിന്റെ വിവിധ മുക്കുകളിൽ മൂലകളിൽ നിന്ന് വചനം കേട്ട ഇനിയും കേൾക്കുവാനിരിക്കുന്ന സകലരെയും അവിടുന്ന് ആശീർവദിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് തിരുവനന്തപുരം ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പക്കൽ രാജൻ ലൗലി ദമ്പതികളുടെ മകൻ ബേസിലാണ്. ബേസിലിനെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആ മകന് ദൈവം കൂട്ടിച്ചേർക്കാനിരിക്കുന്ന ആ തുണയെയും ആ കുടുംബത്തെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, തടസ്സങ്ങളൊന്നും കൂടാതെ സ്വർഗം ഈ മക്കളുടെ വിവാഹം ആശീർവദിക്കാനായി അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ചു തരികയാണ്. ജോലി കാര്യങ്ങളിലെല്ലാം അവിടുന്ന് കൂടെ ഇരുന്ന് അളവില്ലാതെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഹോദരിയായ ജോലിയെ സമർപ്പിക്കുന്നു. ദൂരെയായിരിക്കുന്ന ആ മകളെയും ജീവിത പങ്കാളിയെയും സമർപ്പിക്കുമ്പോൾ ഖത്തറിലായിരിക്കുന്ന മകൾക്ക് ഭർത്താവ് ഇപ്പോൾ ഖത്തറിലെത്തിയിരിക്കുന്നു. അവിടെ ഒരു ജോലി ലഭിക്കുവാനും അവർ ഒരുമിച്ച് അവിടെ ജീവിക്കുവാനും, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ്
തിരുരക്തക്കോട്ടയ്ക്കുള്ളിൽ സംരക്ഷിക്കപ്പെടാനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരുണയായിരിക്കണമേ. രാജൻ ലൗലി ദമ്പതികളെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തോടെ ജീവിക്കുന്ന ആ കുടുംബത്തെ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളാൽ പൊതിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള സകല മക്കളെയും അവിടുത്തെ കരം നീട്ടി അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സകല മക്കളെയും ദൈവമേ അങ്ങയുടെ ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി വയ്ക്കുന്നു. അവിടുന്ന് തന്നെ അങ്ങയുടെ നീട്ടപ്പെട്ട കരം തൊട്ട് അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്ന് വചനം കേട്ട ദൈവമക്കളോടുകൂടെ, നമ്മുടെ കുടുംബങ്ങളോടുകൂടെ, നമ്മുടെ സഭയോടുകൂടെ, ധ്യാനകേന്ദ്രത്തോടുകൂടെ, എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.